ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. 2025 ജൂണിൽ നടന്ന കേറ്ററ്റ് എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ റേഷ്യോ ബിറ്റ്വീൻ ചിൽഡ്രൻ ഇൻ ഡിവിഷൻ എ ആൻഡ് ഡിവിഷൻ ബി ഇൻ എ ക്ലാസ് ഈസ് 7:9. വെൻ 6 children were transferred from division A to division B, the ratio becomes 1:3. What is the total number of children of division A and B? ഈ ക്വസ്റ്റ്യൻ ശരിക്കും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് A/B, അതായത് ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 7/9 ആണ്. പിന്നെ എയിൽ നിന്ന് 6 കുട്ടികൾ പോകുന്നു, ബിയിലേക്ക് 6 കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. സോ A - 6 ഡിവൈഡ് ബൈ B + 6 ഈക്വൽ ടു 1/3 ആണ്. അതായത് റേഷ്യോ 1:3 ആണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എയും ബിയും കിട്ടും. അതിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് മറ്റൊരു മെത്തേഡിലൂടെയാണ്. എനിക്കതാണ് സിമ്പിളായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് പഠിക്കുക. ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 7:9 ആണ്. അപ്പോൾ സമ്മ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 7 + 9 × x ആയിരിക്കും. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 16x. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1, 2, 3 ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ വാല്യൂസ് 16, 32, 48 പോലെ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 36 എന്നൊരു നമ്പറുണ്ട്. അത് നമുക്ക് ആൻസറായിട്ട് വരില്ല. ബാക്കിയുള്ളതിൽ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. എക്സ് 1 ആണെങ്കിൽ A 7ഉം B 9ഉം ആയിരിക്കും. അപ്പോൾ 7 - 6 = 9 + 6 എന്ന് പറയുന്നത് 1:15 വന്നു. സോ ആൻസർ തെറ്റാണ്. എക്സ് 2 ആണെങ്കിൽ A 14ഉം B 18ഉം ആയിരിക്കും. അപ്പോൾ 14 - 6 = 18 + 6 എന്ന് പറയുന്നത് 8:24 വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ 1:3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേഷ്യോ. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 14 + 18, അതായത് 32 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ബി 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ സ്വിമ്മർ ക്രോസസ് എ റിവർ ഓഫ് വിഡ്ത്ത് 200 meters in 5 minutes. His speed in km/h ഈസ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് 200 meter, ടൈം 5 minute ആണ്. സോ അതിനെ സെക്കൻഡ് ആക്കുന്നു. 5 × 60 ഇടുന്നു. സോ 4/6 m/s എന്ന് കിട്ടി. ഇനി km/h മാറ്റണം. സോ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ നമുക്ക് 2.4 km/h എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് 5/5 + 5/5 + 5/5 + 5/5 + 5/5 ഈക്വൽ ടു 25x. ദ വാല്യൂ ഓഫ് എക്സ് ഈസ്. ഇവിടെ 5/5 പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 5/5 × 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5/6. അതിനെ 5² എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25³ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 25x ആണ്. സോ x = 3. ഓപ്ഷൻ ഡി. Next question: in the figure, AB and CD are parallel. Angle ABC = 50 degree. Angle BAC = 60 degree. The measure of angle BCD is. ഇവിടെ ABയും CDയും പാരലൽ ലൈൻസ് ആണ്. സോ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് ലൈനാണ് BC എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABCയും BCDയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ അവർ ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ BCD എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC ആർ 3 cm, 4 cm ആൻഡ് 5 cm long. BQ is the perpendicular from the right angle vertex to its opposite side. What is the length of BQ? തന്നിരിക്കുന്ന ഡാറ്റാസിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടുപിടിക്കാം. ½ BH ആണ് അതിൻ്റെ ഫോർമുല. ഇവിടെ ബേസ് 3 cm ഹൈറ്റ് 4 cm ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 cm² എന്ന് കിട്ടും. ഇനി നമ്മൾ 5 cm ഉള്ള സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട BQ ആണ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഓൾറെഡി ഏരിയ 6 cm² എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് BQ കണ്ടുപിടിക്കാം. നമുക്കതിൽ നിന്ന് 2.4 cm ആണ് BQയുടെ വാല്യൂ എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി 2.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ നമ്പേഴ്സ് 5, 8, 11 are got by added to multiples of 3.
വാട്ട് ഈസ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദീസ് നമ്പേഴ്സ്? 3യുടെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 3n+2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a perfect square? പെർഫെക്റ്റ് സ്ക്വയർസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. അടുത്ത റൂൾ എന്ന് പറയുന്നത് 0യിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് ഈവൺ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓപ്ഷൻ എയിൽ 3 സീറോസ്, അതായത് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണ്. സോ അതും എലിമിനേറ്റ് ചെയ്യുക. സോ ആൻസർ ഓപ്ഷൻ ബി. കഴിഞ്ഞ കേറ്റ് 2 എക്സാമിനുണ്ടായിരുന്ന മാത്സ് പ്രോബ്ലംസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈക്കോളജി, പെഡഗോജി, സയൻസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരാളെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ.